കോമഡി മസാലയുടെ വേദിയിലേക്ക് ഒരു സ്പെഷ്യൽ പെർഫോമൻസുമായിട്ട് വരികയാണ് ശ്യാം ചിറയൻകീഴ്. ഹലോ ശ്യാം. ഹലോ. അപ്പോൾ എന്താണ് ശ്യാമിന്റെ സ്പെഷ്യൽ പെർഫോമൻസ്? ആദ്യമായിട്ട് ചെയ്യുന്നത് നമ്മുടെ ലാലേട്ടന്റെ ചിത്രമായ ദേവാസുരം എന്ന ചിത്രത്തിൽ ലാലേട്ടനും നെപ്പോളിയനും ഇവർ രണ്ടുപേരും കൂടെ ശബ്ദം ഞാനത് ചെയ്യാം. ഒരു കാറ് കത്തിയാ അതെനിക്ക് പുല്ല, പകരം നിന്റെ ഈ തറവാട് കത്തിച്ച് കളയാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല. എനിക്ക് അറിയേണ്ടത് നീ പടയൊരുക്കം തുടങ്ങിയൊന്നാ. ഇന്നലെ നടന്ന ഒന്നും എൻ്റെ അറിവോടെയല്ല. എനിക്കൊരു പടയിലും താല്പര്യവുമില്ല. നീ വെറുതെ പേടിക്കുകയാണ്. പേടിയല്ല നീലകണ്ഠ, എനിക്ക് സന്തോഷമാണ്. നീ ഇറങ്ങണം, പഴയ കണക്കുകളൊക്കെ തീർക്കണ്ടേ. അപ്പോഴേ ഈ കളിയിൽ എനിക്ക് ഹരം കൂടൂ. നിന്നെ ഞാൻ ഇറക്കും. മുണ്ടയ്ക്കൽ ഉത്സവത്തിന് ഇനി അധിക നാളില്ല. നിനക്കതിന് കഴിയില്ല. തീർക്കാൻ കണക്കുകൾ ബാക്കി വെക്കുന്ന സ്വഭാവം എനിക്കില്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ ഈ ഒടിഞ്ഞ കയ്യിൽ ഒരു കത്തി കെട്ടിവെച്ച് ഞാൻ വന്നേനെ. മുണ്ടക്കലെ വാതിലും ചവിട്ടി തുറന്ന്. പഴയ നീലകണ്ഠനെ മറക്കാൻ ഞാൻ തന്നെ ശ്രമിക്കുകയാണ്. ഓർമ്മിപ്പിക്കാൻ നീ വെറുതെ ശ്രമം നടത്തണ്ട. ശേഖര, നീ പോ. താങ്ക് യു. ഇനി ഇവർ രണ്ടുപേരും തന്നെ രാവണപ്രഭു എന്ന ചിത്രത്തിൽ വയസ്സായിട്ടുള്ള അപ്പോൾ ഉണ്ടാവുന്ന ശബ്ദ വ്യത്യാസം. മംഗലശ്ശേരി പേരിന് മുന്നിൽ കൊമ്പന് നെറ്റിപ്പട്ടം പോലെ നീ കൊണ്ട് നടന്ന നിന്റെ തറവാട്ട് പേര് അതിന് നിന്റെ കൂടെ ഇല്ല, അത് മാഞ്ഞു പോയി. ശേഖര, നിന്റെ ഭാഷയ്ക്ക് ഒരു ശുദ്ധി വന്നിരിക്കുന്നു. മംഗലശ്ശേരി എന്ന പേര് മാഞ്ഞു പോയി. നല്ല പ്രയോഗം. മായണം, മാഞ്ഞു പോണം. പേരും ആഭരണങ്ങളും അടയാള ചിഹ്നങ്ങളും മാഞ്ഞു പോകും. ഒടുവിൽ നഗ്നദേഹമാണ് അഗ്നിയിൽ ദഹിച്ച് ചാരമാകുന്നത്. ഇനി അദ്ദേഹത്തിന്റെ പുലിമുരുകൻ എന്ന ചിത്രത്തിൽ ഒരു ചെറിയ ഡയലോഗ്. കാട്ടിലെ മൃഗങ്ങളെക്കാൾ നാട്ടിലെ മനുഷ്യരെയാണ് നമ്മൾ പേടിക്കേണ്ടത്. ശത്രു അത് മനുഷ്യനായാലും ശരി, മൃഗമായാലും ശരി, അതിനെ അതിൻ്റെ മടയിൽ പോയി കൊല്ലണം. അതാണ് കാടിൻ്റെ നിയമം. താങ്ക് യു. ഇനി നമ്മുടെ എൻ എഫ് വർഗീസിന്റെ ശബ്ദം. അടിച്ചു തരട നിന്നെ, ആണ്ടവനോ അതിശേക്ഷിയോ. അടിച്ചതല്ല, ചവിട്ടിയതാണ് കേടാ, അതും ഷൂസിട്ട കാലുകൊണ്ട്. ആണ്ടവൻ, ഇത് നിന്റെ കോയമ്പത്തൂരിലെ മായാണ്ടിക്കൊപ്പമല്ല, കൊച്ചിയാ, വിശ്വനാഥന്റെ കൊച്ചി. എനിക്കറിയാം പെണ്ണി, കെട്ടിക്കാൻ പ്രായമായി നിൽക്കുന്ന 3 പെങ്ങന്മാരുടെ ഭാരം ചുമരിലേക്കുന്ന ഏതൊരുവനും തോന്നാം ഒരു രാത്രി കൊണ്ട് ഈ ലോകം മുഴുവൻ സ്വന്തം കാൽച്ചുവട്ടിലാക്കണമെന്ന്. വിളിച്ചു പറ നിന്റെ മമ്മയോട് വിശ്വനാഥൻ വന്നിരിക്കുന്നു എന്ന്. എന്താണ് അടുത്തതായിട്ട് പെർഫോം ചെയ്യാൻ? അവസാനമായി നമ്മുടെ ഷമ്മി തിലകന്റെ വോയിസ്. നേരത്തെ നെപ്പോളിയന്റെ ശബ്ദം അദ്ദേഹത്തിന്റെ 2 ഏജിലുള്ള ശബ്ദം കാണിച്ചിരുന്നു. അപ്പൊ അതിനു വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഷമ്മി തിലകനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ശബ്ദം റിയൽ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ കഥാപാത്രം അദ്ദേഹത്തിന്റെ പ്രജ എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കൊല്ലാം, ഇനി വെടിയൂക്കാങ്കിൽ ഹാജി മുസ്തഫയുടെ ജീവൻ എടുക്കാൻ അരുണും ഞാനും ഡിഡിയും റെഡ്ഡി ബ്രദേഴ്സും ചേർന്ന് നെറുകേടിൻ്റെ ഒരു ലീഗ് ഉണ്ടാക്കിയത് പിന്നെ താഴത്ത് നിൽക്കാനുള്ള കൈകരുതൊന്നുണ്ടാവില്ല. സക്കീർ അലി ഹുസൈന എന്നെ പോലുള്ള നീചന്മാരോട് പ്രവർത്തിക്കാൻ പറ്റില്ല. സക്കീർഭായി, നിങ്ങൾക്ക് എന്താ പറ്റുമോ? അടിപൊളി ശ്യാം. ഓക്കെ ശ്യാം, താങ്ക് യു സോ മച്ച്.